വാട്സപ്പിലും ഫേസ്ബുക്കിലും പ്രചരിക്കുന്ന ഒരു വ്യാജ വാർത്തയോ അനുവാദമില്ലാതെ എടുത്ത ഒരു സ്വകാര്യ ചിത്രമോ മതി ഒരാളുടെ സമാധാനം കെടുത്താൻ. ഒരു വിവരം മായ്ച്ചാലും സ്ക്രീൻഷോട്ട് എടുക്കാനും പിന്നെയും അപ്ലോഡ് ചെയ്യാനും കഴിയുന്ന ഇക്കാലത്ത് ഇത്തരത്തിൽ ഇന്റർനെറ്റിലെ ഒരു ചിത്രമോ വീഡിയോയോ പൂർണ്ണമായും ഇല്ലാതാക്കാനാകുമോ? അറിയാം. പ്ലാറ്റ്ഫോമുകളിലെ റിപ്പോർട്ടിംഗ് സംവിധാനം വഴി നഗ്നതയോ ഭീഷണിയോ ഉള്ള പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ സാധിക്കുമെന്ന്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു ചിത്രം നീക്കം ചെയ്താലും അതിന്റെ സ്ക്രീൻഷോട്ടുകളോ ഡൗൺലോഡ് ചെയ്ത കോപ്പികളോ വാട്സപ്പ് വഴി പ്രചരിക്കാം. ഇവിടെയാണ് പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായം വേണ്ടത്. അനുവാദമില്ലാതെ പ്രചരിക്കുന്ന സ്വകാര്യ ദൃശ്യങ്ങൾ തടയാൻ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ടൂളാണ് stopncii.org. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക് തുടങ്ങിയ വമ്പൻ കമ്പനികൾ ഇതിൽ പങ്കാളികളാണ്. 18 വയസ്സിന് മുകളിലുള്ള ആർക്കും ഈ സൗജന്യ സേവനം ഉപയോഗിക്കാം. stopncii.org എങ്ങനെ ഉപയോഗിക്കാം? നിങ്ങളുടെ ഫോണിലെയോ കമ്പ്യൂട്ടറിലെയോ ബ്രൗസറിൽ stopncii.org എന്ന് ടൈപ്പ് ചെയ്ത് വെബ്സൈറ്റ് തുറക്കുക. ഹോം പേജിൽ കാണുന്ന ക്രിയേറ്റ് യുവർ കേസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 18 വയസ്സിന് മുകളിലാണോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുക. ചിത്രത്തിൽ ആരാണുള്ളത് എന്നതിന് മൈസെൽഫ് എന്ന് നൽകുക. നിങ്ങളുടെ കൈവശമുള്ള പ്രചരിക്കുമെന്ന് ഭയക്കുന്ന ഒറിജിനൽ ചിത്രങ്ങൾ, വീഡിയോകൾ ഗാലറിയിൽ നിന്ന് ഇതിൽ സെലക്ട് ചെയ്യുക. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ചിത്രങ്ങൾ ഈ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ആവില്ല. പകരം നിങ്ങളുടെ ഫോണിൽ വെച്ച് തന്നെ ആ ചിത്രത്തിന് ഒരു ഡിജിറ്റൽ കോഡ് നിർമ്മിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പ്രക്രിയ പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് ഒരു കേസ് ID ലഭിക്കും. ഇത് കുറിച്ചെടുത്ത് സൂക്ഷിക്കുക. പിന്നീട് കേസിന്റെ പുരോഗതി അറിയാൻ ഇത് ആവശ്യമാണ്. ഈ ഡിജിറ്റൽ കോഡ് ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ കമ്പനികൾ അവരുടെ പ്ലാറ്റ്ഫോമുകളിൽ പരിശോധന നടത്തുകയും മാച്ച് ചെയ്യുന്ന ചിത്രങ്ങൾ കണ്ടെത്തി നീക്കം ചെയ്യുകയും ചെയ്യും. ഭാവിയിൽ ആരെങ്കിലും അത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചാലും അത് തടയപ്പെടും. കാര്യങ്ങൾ കൈവിട്ടു പോയാൽ നിയമത്തിന്റെ വഴി തേടാൻ മടിക്കരുത്. രാജ്യസുരക്ഷയെയോ ക്രമസമാധാനത്തെയോ ബാധിക്കുന്ന ഉള്ളടക്കമാണെങ്കിൽ IT നിയമം പ്രകാരം അത് നീക്കം ചെയ്യാൻ സർക്കാരിന് അധികാരമുണ്ടെന്നതും ഓർക്കുക.